നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മാർക്കറ്റിംഗ് കേസാണ്. 5 ലക്ഷം ആഡ്സിൽ സ്പെൻഡ് ചെയ്തു, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ റീച്ച് ചെയ്തു, ലീഡ്സ് വന്നു, പക്ഷെ സെയിൽസ് വന്നില്ല. എന്താ ഇവിടെ ശരിക്കും സംഭവിച്ചത്? റിയൽ പ്രോബ്ലം എന്താണ്? നമുക്ക് നോക്കാം. ആദ്യം കേസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി ഇതൊരു ഫാഷൻ ബ്രാൻഡിന്റെ കേസാണ്. 3 ലക്ഷം മെറ്റാ ആഡ്സിൽ സ്പെൻഡ് ചെയ്തു, 800 ലീഡ്സ് അവർ ജനറേറ്റ് ചെയ്തു, പക്ഷെ സെയിൽസ് വന്നത് 10 എണ്ണം മാത്രമാണ്. അപ്പോൾ 3 ലക്ഷം സ്പെൻഡ് ചെയ്തു, 800 ലീഡ്സ് വന്നു, പക്ഷേ 10 സെയിൽസ് മാത്രമല്ലേ? അപ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്? സ്ട്രാറ്റജിക്കലി മാർക്കറ്റിംഗ് പരമായിട്ട് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിരുന്നു. ആളുകൾ ആഡ് കണ്ടെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മളൊരു ക്രിയേറ്റീവ് ഹുക്ക് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് സ്ട്രോങ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഡിയൻസ് അറ്റൻഷന്റെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓഡിയൻസ് ടാർഗറ്റ് ചെയ്തതിൽ പ്രോബ്ലം ഉണ്ടായിരുന്നോ? ഓഡിയൻസ് ടാർഗറ്റിംഗ് അല്ല ഇഷ്യൂ, മെസ്സേജ് ആണ് ഓഡിയൻസിനെ കണക്ട് ചെയ്യാണ്ടിരുന്നത്. റൈറ്റ് ഓഡിയൻസിനെ റീച്ച് ചെയ്തു, പക്ഷെ അവരെ സ്റ്റോപ്പ് ചെയ്യാനും റിലേറ്റ് ചെയ്യാനും ക്രിയേറ്റീവിന് പറ്റിയില്ല. ഓഫർ ആയിരുന്നു മെയിൻ ഇഷ്യൂ. അപ്പോൾ പ്രൊഡക്റ്റ് നല്ലതായിരുന്നെങ്കിൽ ആളുകൾ എന്തുകൊണ്ട് ബൈ ചെയ്തില്ല? ആക്ച്വലി പ്രൊഡക്റ്റിന് ഓഫർ ഉണ്ടായിരുന്നു, പക്ഷെ അർജൻസി ഉണ്ടായിരുന്നില്ല. കസ്റ്റമർ ഇപ്പോൾ തന്നെ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ വാങ്ങിക്കണം എന്ന് തോന്നിക്കാനുള്ള ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ക്ലയന്റ് പറയുന്നു ആഡ്സ് ഫെയിൽ ആയെന്ന്. അപ്പോൾ ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏജൻസിക്കാണോ? ഡെഫിനറ്റ്ലി ഏജൻസിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പക്ഷെ ബ്ലെയിം ഒരു സൈഡിൽ നിന്ന് മാത്രം കൊടുക്കാൻ പറ്റില്ല. ആഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ റിയൽ പ്രോബ്ലം എന്തായിരുന്നു? റിയൽ പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നത് വീക്ക് ആയിട്ടുള്ളൊരു ഓഫറും പ്രോപ്പർ ആയിട്ടൊരു ഫോളോ അപ്പ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കേസിൽ ഫൈനൽ വെർഡിക്റ്റ് എന്താണ്? ബേസിക്കലി കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക, അവരുടെ പ്രോബ്ലം എന്താണെന്നും അവരെന്താണ് അന്വേഷിക്കുന്നതെന്നും മനസ്സിലാക്കിയിട്ട് അതിനൊരു സ്ട്രോങ് ഓഫർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ശരിക്കും ആഡ്സ് ചെയ്യേണ്ടത്. ദാറ്റ്സ് എ മെയിൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി.